ചരിത്രത്തിൽ അങ്ങനെയാണ് മഹത്തുക്കൾ, അങ്ങനെയാണ് അത്ഭുതങ്ങൾ. അത് അസാധാരണ സംഭവങ്ങളാണെങ്കിലും മഹത്തുക്കളായ ആളുകൾക്ക് ലഭ്യമാകുന്ന ഒരു പ്രത്യേകതയാണത്. ആ പ്രത്യേകതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സൂഫിയാക്കളാണ് ഇസ്ലാമിന്റെ പ്രബോധകരായി ഇവിടെ വന്നിട്ടുള്ളത്. ഈ സൂഫിയാക്കളാണ് സമൂഹത്തിന് ദീൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അവര് നമ്മുടെ സമൂഹത്തിൽ ഒരു തരത്തിലുള്ള വിദ്വേഷങ്ങളും പ്രകടമാക്കിയിട്ടില്ല, ഒരു തരത്തിലുള്ള വൈരങ്ങളും അവർ ജനിപ്പിച്ചിട്ടില്ല. നിങ്ങൾ നോക്ക്, മമ്പുറം മക്കാമാണെങ്കിലും ഇവിടുത്തെ പ്രദേശമാണെങ്കിലും ഏത് വലിയ മക്കാമുകളാണെങ്കിലും എല്ലാ ജാതി മതസ്ഥരും അവിടെ വരും. എന്താ കാരണം? ഇവരൊക്കെ ജനങ്ങളോട് മാന്യമായി പെരുമാറിയവരാ. ഒരു വർഗീയതയും ഇവരാരും വളർത്തിയിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് വർഗീയത കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. തനി വർഗീയത പ്രസംഗിച്ചുകൊണ്ട് ജനസമൂഹത്തിന്റെ മുമ്പിൽ ഇസ്ലാമിന്റെ മക്കളെ അപകടകാരികളാക്കുകയും അവർ എണ്ണപ്പെരുപ്പമുണ്ടാകുന്നത് കൊണ്ട് അവരിവിടെ നാളെ ഭൂരിപക്ഷമായി മാറുമ്പോൾ അപകടം വരുമെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഫോബിയ ഉണ്ടാക്കുന്ന ആളുകളും നമ്മുടെ നാട്ടിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബോ അവിടുത്തെ ദീൻ പ്രചരിപ്പിച്ച പ്രബോധകന്മാരോ നമ്മുടെ സൂഫിയാക്കളോ ആരും വാളുകൊണ്ടോ അക്രമം കൊണ്ടോ അല്ലല്ലോ ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത്. ഇവിടെ കടന്നു വന്ന മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു തആല സംഘവും കേരളത്തിൽ ഇസ്ലാമിനെ പ്രബോധനം ചെയ്തത് നല്ല പെരുമാറ്റം കൊണ്ടാണ്, നല്ല സ്വഭാവം കൊണ്ടാണ്. ഇത്തരം സൂഫിയാക്കളെ കണ്ടുകൊണ്ടാണ് പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അവരുടെ മൃദുലമായ പെരുമാറ്റം, അവർക്ക് അള്ളാഹു നൽകുന്ന അത്ഭുത സിദ്ധികൾ, ഇത് ഇസ്ലാമിന്റെ ദഅവക്ക് വേണ്ടി അവർ ഉപയോഗിച്ചു. അവരെവിടെയെങ്കിലും ഒരു വർഗീയതയുടെ ലാഞ്ചന കാണിച്ച ചരിത്രം കാണുമോ നിങ്ങൾക്ക്? ഇപ്പോ ചില സാമുദായിക നേതാക്കൾ മുസ്ലിങ്ങൾക്കെതിരെ പരസ്യമായി പ്രസംഗിക്കുന്നു, പരസ്യമായി ഇസ്ലാമിനെ അവഹേളിക്കുന്നു. എന്നാൽ അവരും പഴയകാല ചരിത്രത്തിലേക്കൊന്ന് മടങ്ങി നോക്ക്. ഞാൻ വായിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ. 1964 ഡിസംബറിലാണ് NSS എന്ന് പറയുന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ കനക ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് അവർ ഒരു പുതിയ സുവർണ ഗ്രന്ഥം എന്ന് പറയുന്ന ഒരു സുവനീർ പ്രസിദ്ധീകരിച്ചു. ഇവിടെയും നമ്മൾ സുവനീർ പ്രസിദ്ധീകരിക്കാറുണ്ട്. വാർഷികത്തോടനുബന്ധിച്ച് സ്ഥാപനങ്ങളുടെ ഉദ്ഘാടന വേളയിലൊക്കെ സുവനീർ പ്രസിദ്ധീകരിക്കാറുണ്ട്. ആ സുവനീർ, അവരുടെ സുവനീർ, അതിൽ MRG പണിക്കർ എന്ന് പറയുന്ന ഒരു അമുസ്ലിം സുഹൃത്ത് എഴുതിയ നീണ്ട ലേഖനമുണ്ട്. ആ വലിയ പുസ്തകത്തിന്റെ എഡിറ്റർ ഒമേനല്ലൂർ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് എഡിറ്റർ എഡിറ്റ് ചെയ്തതിൽ ചേർത്തതാണ്. അതിൽ കണ്ടൊരു കാര്യം നോക്കൂ നിങ്ങൾ. ആ പുസ്തകത്തിൽ കൃത്യമായി പറയുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ പഴയകാല മുസ്ലിം സൗഹൃദത്തെ കുറിച്ച്. NSS-നും SNDP-ക്കും 25 ഏക്കർ ഭൂമി അവരുടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു മുസ്ലിം സഹോദരൻ ദാനം ചെയ്ത കഥ അതിൽ പറയുന്നുണ്ട്. മണപ്പാട് കുഞ്ഞോമദാജി എന്ന് പറയുന്ന ആളെ പേരും അതിൽ പറയുന്നുണ്ട്. 25 ഏക്കർ NSS-ന് കൊടുത്തു, 25 ഏക്കർ SNDP-ക്ക് കൊടുത്തു. മാത്രമല്ല ആ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് ഏറിയാട് ലത്തീൻ കത്തോലിക്ക പള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാലടി ശ്രീശങ്കര കോളേജിന് കൊടുത്തിട്ടുണ്ട്. അമുസ്ലിം സുഹൃത്തുക്കളുടെ സ്ഥാപനത്തിന് വേണ്ടി പണം കൊടുത്തു. എന്തിനധികം അടുത്ത കാലത്ത് നിങ്ങൾ കേട്ടില്ലേ, നമ്മുടെ MA യൂസഫ് അലി സാഹിബ് ശിവഗിരി മഠത്തിന് 5 കോടി രൂപ കൊടുത്തില്ലേ? UAE-യിൽ ഒരു അമുസ്ലിം സഹോദരൻ, കൃഷ്ണൻ എന്നാണ് അവന്റെ പേര്, അവൻ ഒരു കാർ ആക്സിഡന്റിൽ അവൻ ഓടിച്ച വണ്ടി വേറൊരു കുട്ടിക്ക് തട്ടിയിട്ട് അത് കേസായിട്ട് അവന് വധശിക്ഷ വിധിച്ചു. അതിന്റെ ബ്ലഡ് മണി 5 ലക്ഷം ദിർഹമാണ്. എത്ര കോടി രൂപയുണ്ട്? 5 ലക്ഷം ദിർഹമാണ്. ആ ദിർഹം MA യൂസഫ് അലി എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു മുസ്ലിം വ്യാപാരിയാണ് കൊടുത്തത്. അദ്ദേഹം അത് കൊടുത്തു. പത്രത്തിൽ വായിച്ചു നമ്മൾ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടും കൊടുത്തും മനുഷ്യന്മാർ ചെയ്യുന്ന പ്രവർത്തനമാണ്. എന്നിട്ട് ഈ വർഗീയത സമൂഹത്തിൽ പ്രസംഗിച്ചുകൊണ്ട് ജനസമൂഹത്തെ ഭിന്നിപ്പിക്കാൻ അത്തരം ചില അനുഭവങ്ങളൊക്കെയുള്ള നമ്മുടെ കേരളത്തിൽ പോലും ഉത്തരേന്ത്യ പോലെ ആളുകൾ വരികയാണ്. ഉത്തരേന്ത്യയിൽ ആസാമിലെ മുസ്ലിം സഹോദരങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്. അവരുടെ വീടുകൾ ബുൾഡോസർ വെച്ച് തകർക്കുകയാണ്. ബീഹാറിലെ മുസ്ലിങ്ങളെ വെട്ടിമാറ്റുകയാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് പോലും അതിൽ നിന്നൊക്കെ മോചനം കിട്ടി നമ്മൾ ഇവിടെ ഒരുമയോടെ നിൽക്കുന്ന എന്തുകൊണ്ടാ? നമ്മുടെ പണ്ഡിതന്മാരും നമ്മുടെ ഉമറാക്കളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരുമയോടെ നമ്മൾ കെട്ടിപ്പടുത്ത ഇത്തരം ദീനി സംരംഭങ്ങൾ കൊണ്ടാണ്. ദീൻ പഠിപ്പിക്കാനും സാമൂഹ്യമായും രാഷ്ട്രീയമായും ഒക്കെ നമുക്ക് ഒരുമിച്ച് നിൽക്കാനും സാധിച്ചതിന്റെ മേന്മയാണ്. ചെറിയൊരു ശതമാനം മുസ്ലിങ്ങൾ മാത്രമുള്ള കേരളത്തിൽ നമ്മളിങ്ങനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നത്. ഈ നന്മയാർന്ന മുന്നേറ്റത്തെ തകർക്കുന്ന വിധത്തിലുള്ള അഭിപ്രായാന്തരങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചാൽ നമുക്ക് ഉത്തരേന്ത്യയിലെ മുസ്ലിമിന്റെ ഗതി വരാൻ വളരെ വേഗം സാധ്യമാകും എന്ന് മാത്രമേ അതേക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമുള്ളൂ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഐക്യത്തിലേക്കും ഒരുമയിലേക്കും ഈ ഉമ്മത്തിനെ കൊണ്ടുപോയവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളാകുന്ന മഹത്തുക്കൾ.
അവർ നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കി. ഹൃദയം ശുദ്ധിയാകുമ്പോൾ വൈരമുണ്ടാകില്ല, ഒരു തരത്തിലും വിദ്വേഷം ഉണ്ടാകില്ല. സൂഫികൾ അങ്ങനെയാണ്. മമ്പുറത്തെ തങ്ങൾക്ക് കോന്തു നായർ ഒരു കാര്യസ്ഥനായി നിൽക്കുമ്പോൾ ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ലല്ലോ. മഹദൂമിന്റെ ദർസിൽ പഠിച്ച കുഞ്ഞായിൻ മുസ്ലിയാർക്ക് മങ്ങാട്ടച്ചൻ കൂട്ടുകാരനായി വന്നപ്പോ അതുകൊണ്ട് ഒരു കുഴപ്പവും അദ്ദേഹം കണ്ടില്ലല്ലോ. സംസ്കാരങ്ങൾ പരസ്പരം കൂടിച്ചേരാതെ വ്യക്തികൾ തമ്മിലുള്ള സൗഹൃദമാകാമെന്ന് പൂർവികർ പഠിപ്പിച്ചിട്ടുണ്ട്. ആ തരത്തിൽ സൗഹാർദ്ദം ഇഴചേർന്ന് നിൽക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും സംഭവിക്കുന്ന ഈ പ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. അതുകൊണ്ട് സൂഫിയാക്കളുടെ ചിന്തയും നമ്മുടെ ചിന്തയും രണ്ടാണ്. അവരൊരിക്കലും അള്ളാഹുവിനെ മറന്നുകൊണ്ട് പെരുമാറുകയില്ലെന്ന് മാത്രമല്ല, അവരുടെ ജീവിതം, അവരുടെ വിശുദ്ധി അത് കൃത്യമായി നമുക്ക് പാഠമാണ്. ആ പാഠത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അവരുടെ ദോഷങ്ങൾ പോലും പടച്ചറപ്പിനോട് ഏറ്റു പറയുമ്പോൾ അവരുടെ ശൈലി പ്രത്യേകമായിരിക്കും, അവരുടെ രീതി പ്രത്യേകമായിരിക്കും. ദോഷമൊന്നും അവർ ചെയ്തിട്ടുണ്ടാവില്ല. എന്നാലും നമ്മൾ ദുആ ചെയ്യുന്ന പോലെയല്ല, നമ്മൾ പറയുന്ന പോലെയല്ല. അവരുടെ ശൈലിയിൽ, പ്രവർത്തനത്തിലൊക്കെ ഒരു പുതുമ നമുക്ക് കാണുവാൻ കഴിയും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ബിശ്ർ ബിൻ ഹാരിസ് എന്ന് പറയുന്ന ഒരു മഹാൻ അറഫയിൽ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അറഫയിലെ മലഞ്ചെരുവിൽ ഒരു വ്യക്തി, ഒരു വലിയ സൂഫി നിന്നുകൊണ്ട് ഇങ്ങനെ പടച്ചറബിനോട് ദുആ ചെയ്യുന്ന കഥ പറയുന്നുണ്ട്. ആ സൂഫി വലിയ മഹാൻ, അള്ളാഹുവിന്റെ ഔലിയാക്കൽപ്പെട്ട മഹാൻ, അദ്ദേഹം പടച്ചറബിനോട് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. അദ്ദേഹം ഇങ്ങനെ ദുആ ചെയ്തു. അദ്ദേഹത്തെ സമീപിച്ചു നോക്കുമ്പോൾ അദ്ദേഹം ദുആക്കിടയിൽ ഒരു കവിത ഇങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന വാക്കെന്താ? അള്ളാഹുവേ, ഞാൻ എത്രയോ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ എത്രയോ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ നിന്നെ മറന്ന് തെറ്റ് ചെയ്യുന്നു, അപ്പോഴൊക്കെ നീ എന്നെ ഓർക്കുന്നു. ഞാൻ നിന്നെ മറന്ന് തെറ്റ് ചെയ്യുമ്പോഴൊക്കെ നീ എന്നെ ഓർക്കുന്നു, നീ എന്റെ ഉടമയാണ്, ഞാൻ എല്ലാ സമയത്തും നിന്നെ ഓർക്കേണ്ടവനാണ്, പക്ഷെ നീ എന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറയാണ്, ആ കവിതയുടെ ആന്തരാർത്ഥം നോക്ക് നിങ്ങൾ. കം കത് സലലത, നിനക്ക് എത്ര തെറ്റ് ഞാൻ ചെയ്തു, നിന്നോട് എത്ര വിരോധം ഞാൻ ചെയ്തു. ഫലം അത് കുറുക്ക, നിന്നെ ഞാൻ ഓർക്കുന്നില്ല, നിന്നെ ഞാൻ ഓർക്കുന്നില്ല. അതേ സമയത്തോ ഫീ സലലി, എന്റെ തെറ്റിൽ, നീ എന്റെ ഉടമയാണ്, നീ എന്നെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നു. കം അക്ഷിഫു സിത്ര ജഹ്ലൻ നിന്ദ മഅസിയതി വഅൻത തൽതുഫു ബിഹിൽ മംവതസ്തുറുനി. ആ വാചകങ്ങളൊക്കെ മനസ്സിലേക്ക് ചാട്ടുളി പോലെ കയറും. നോക്ക് നിങ്ങൾ. വകം അക്ഷിഫു സിത്ര ജഹ്ലൻ, ഒരു വിവരവുമില്ലാതെ ഞാൻ എല്ലാം മറയും പൊളിക്കുകയാണ്, എല്ലാ മറയും പൊളിച്ചുകൊണ്ട്, എന്താ മഅസിയത്തി, എന്റെ തെറ്റ് ചെയ്യുമ്പോൾ സകല മറകളും പൊളിച്ചുകൊണ്ട് ഞാൻ വൃത്തികേട് ചെയ്യുകയാണ്. പുറത്തറിഞ്ഞാൽ ആളുകൾ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള, എന്റെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തുന്ന മറ പൊളിച്ച പ്രവർത്തനം ഞാൻ ചെയ്താലും നീ എന്നോട് ലുത്തുഫ് കാണിച്ചുകൊണ്ട് അത് മറച്ചു വെക്കുന്നു. ഞാൻ ചെയ്ത തമ്മാടിത്തം ജനങ്ങളിൽ അറിയുന്നില്ല, അതറിയാതെ മറച്ചു വെക്കുന്ന പടച്ച റബ്ബാണ് നീ. ഞാൻ മറ പൊളിച്ചുകൊണ്ട് ചെയ്യുന്ന തമ്മാടിത്തം നീ മറച്ചു പിടിച്ചുകൊണ്ട് എന്നെ സമൂഹത്തിൽ മാന്യനാക്കുകയാണ്. എത്ര മനോഹരമാണത് സൂഫിയാക്കളെ ചിന്ത. ആ ചിന്ത, അവരാണ് സൂഫിയാക്കൾ, അവരാണ് സൂഫികൾ, അവരാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സമൂഹത്തിന് കൃത്യമായി ബോധ്യപ്പെടുത്ത ആളുകൾ. ആ